ഇന്ന് ഓണ സെലിബ്രേഷൻ ആയിട്ട് മുണ്ടും ജുബയൊക്കെ ഇട്ട് ഇറങ്ങിയേക്കാണ്. ഞങ്ങൾ ഓഫീസിൽ ഇന്ന് ഓണ സെലിബ്രേഷൻ ആണ്. ഇന്ന് എത്രാം തീയതി? 12-ാം തീയതി. അപ്പൊ സാരി കൊടുത്ത് ഉമ്മയുടെ തല്ലുടിച്ച് സാരിയെ കൊടുത്ത് ദ ബോസ് ഓഫ് ദ കവർസൺ. ഓണ സെലിബ്രേഷൻ ആയിട്ട് എല്ലാരെയും നമുക്ക് കാണാം. എല്ലാരും സെറ്റാണ്. ഒരാളെന്ത് കേറി വരൂ. സ്ലോ മോഷൻ ഒന്നും വേണ്ട. ഓണപ്പാട്ടൊക്കെ കിട്ടുന്നില്ല. ഇത് അലീന, കവർസണ്ണിന്റെ അക്കൗണ്ടന്റ്. ഇത് ഫാത്തിമ, ഓൾ ഇൻ ഓൾ ആണ്. ഇത് ബിജിനത്ത, ഇതും ഓൾ ഇൻ ഓൾ ആണ്, ഇവിടത്തെ മെയിൻ മാനേജർ. ഇത് ഫസല്, ഇത് ആഷിഖോസാനയുടെ അക്കൗണ്ടന്റ്. സുഗുണൻ, സുഹൈലി. ഇത് സൈറ്റ് മാനേജർ. പ്ലസ് സുഹേലിനൊരു അക്കൗണ്ട് ഉണ്ട്, സുഹേൽ കവർസൺ അക്കൗണ്ട് ഉണ്ട്. ആൻഡ് ഇത് ജസ്ബിൻ, ഇത് ഫിക്സിങ്ങിന്റെ മെയിൻ ആള്. ആൾക്കും ഒരു അക്കൗണ്ട് ഉണ്ട്, ജസ്ബിൻ കവർസൺ എന്നൊക്കെ പറഞ്ഞു. ഫാരിസ്, ഇത് ഇവന്റെ അസിസ്റ്റന്റ്. ഇവനും ഒരു അക്കൗണ്ട് ഉണ്ട്, ഫാരിസ് കവർസൺ. ഇനി വരക്കല്ലേ, പൂക്കളം വരക്കല്ലേ? ഓ മൈ ഗോഡ്. ഫാരിസ് പൂക്കളം ഡിസൈനർ. ഇതായിട്ട് ഓണ സെലിബ്രേഷൻ അല്ലേ? എന്താ പറയാനുള്ളത് ബോസായ ആഷിക്കിന്? അവിടെ കാണണോ? എത്ര പൂക്കളുണ്ട്? മഞ്ഞ, ഓറഞ്ച്, വെള്ള, വാടാമല്ലി, എന്താ ചെത്തി. സ്റ്റാർട്ടഡ്. ബാ ബോസ് വന്നിട്. ഒന്ന് തുടക്കം കുറിക്കുന്നു. തുടക്കം കുറിച്ച് കഴിഞ്ഞ് കൊറേ നേരെ കണ്ണട വെച്ച ഷോർക്ക്. ക്യാൻഡോൺ ടവർ, ഓണത്തപ്പനെ വരെ ക്യാൻഡോൺ ടവർ വെച്ചിട്ട് മോഡേൺ പൂക്കളം. അയ്യോ ആനക്ക് പരിസായിട്ടേക്കണ പേര് ആനയുടെ പേരാ. വിജിനാന്നല്ല, ഹസ്ബൻഡിന്റെ പേരായിരിക്കൂലേ? ജബിനാര്. ത്തിന്റെ ലാസ്റ്റ് കംപ്ലീഷൻ. ബാക്കിയൊന്നും വരൂല. വീഡിയോയിലൊക്കെ രസമുണ്ട്. ഏത് വെച്ച് ബോർഡർ കൊടുക്കനി? ഞാനും സെൽഫിയിൽ പെട്ട്. എന്താണ് വിഷമം? ജസ്ബിന് വിഷമം.
വാ Come on. Let's go for food. ഇത്രയുള്ള പക്ഷേ ഇത്രയുള്ള പക്ഷേ മോശം. മൈ ഗോഡ്. പപ്പടം പൊട്ടിക്കരുതിട്ടാ. ഫാത്ത് നോക്കി ചിരിക്കുന്നു. എവിടെ ഇരുന്ന് കഴിക്കും? സിസ്റ്റർ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നിലത്തിരുന്ന് കഴിക്കണം. സദ്യക്ക് അതാണ്. ഓ സാരിയാലേ മറന്നുപോയി. എൻ്റെ ഒരു വീഡിയോ എടുത്തന്നെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കാണിച്ചു. അങ്ങനെയൊന്നും കാണിക്കാൻ ആയിട്ടോ മുകളിട്ടോ. അപ്പുറത്ത് കസ്റ്റമർ ആ ഓണത്തിന് കസ്റ്റമർ ഇടൂ. മറ്റേത് കൂടിയാണോ? അതാരുടെയാണ്? ഇവിടെ എന്താണ് ഇരുന്നാണോ? ഇവിടെ ഇരുന്നാണോ? ഫുഡ് കഴിക്കാനുള്ള സെറ്റ് ചെയ്തോണ്ടിരിക്കാണ്. കാലിഗ്രഫി ഷോപ്പില് ഓണസദ്യ വിളമ്പുന്നു. അത് ശരി, അത് പറ്റൂല ഇനി. എല്ലാവർക്കും ഇരിക്കാനായിട്ട് സെറ്റ്. ഓ മൈ ഗോഡ്. വേരിപ്പായി 3 പേര് ഇരുന്നങ്ങാട്. ആ ചോറ് പൊട്ടിക്കാണ്. അയ്യോ സെറ്റായ ഇല വിളമ്പി. സ്പൂണില്ല. ആ ആദ്യമൊക്കെ ഇലയിട്ടിരുന്നാണ്. സ്പൂണില്ല. കണ്ണാടി നോക്കണം. അപ്പൊ നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് കുക്കറി ഷോ ആണ്. ഇത് അവിയൽ, ഇത് പായസം, ഇത് എല്ലാം തുറന്നാ എനിക്ക്. അവിയൽ എല്ലാം കുക്ക് ചെയ്തത് ഭാര്യയാണ്. ഷെഫാണ്, സർട്ടിഫൈഡ് ഷെഫാണ്. മുട്ടരിക്കറിയാം. ഇത് തുറന്നിട്ട് ലാസ്റ്റില് നടക്കും. എന്നാ ചൂട് പോറും ശേഷം ബാക്കി ഇത്രേ ഉള്ളൂ. ബാക്കി സ്പൂൺ വന്നിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. സൈനിങ് ഔട്ട് ഫ്രം കയ്യിലുമായിട്ട് വരുന്നു. 10 കയ്യിൽ വെച്ചിനെ. അതിന് ഇത്രയും വലുത് വെച്ചില്ല, ചെറുത് മതിന്നാ പറഞ്ഞേ. അല്ല അവര് വന്നില്ലല്ലോ. ആ ഗ്ലാസുമായിട്ട് വന്നു. എന്തായാലും വിളമ്പിക്കോ. സ്പൂണാക്കിട്ടി വലിയ വലിയ കയ്യിലാണ്. വെള്ളം വാങ്ങിച്ചില്ല. വെള്ളം ഇവിടെ ഇല്ലേ? താനത്തോളൊന്നും കിട്ടിയില്ല. എന്താണ് ഇത്? അച്ചാറ് അല്ല, ആദ്യം മറ്റേ സാധനം വെക്കണ്ടേ? ആദ്യം മറ്റേ എന്ത് ശർക്കര ഇരട്ടി എന്ത് നെക്സ്റ്റ് മാറി എടുത്തത് ഇപ്പുറത്ത് വെച്ചോ. അതിന്റെ ഇടയിൽ എടുത്ത് തിന്നരുതേ.
ഈ സൈഡിൽ നിന്ന് വേണം. ആ അങ്ങനെയാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കണത്. എന്തെന്നാണ് കാര്യവും കൂടി പേര്. ഇത് മഞ്ഞ കളറിലുള്ളതാണ്. എല്ലാവർക്കും മുന്തിരിയും കൂടി ഇളക്കണേണ. അതിന്റെ ഇടയിൽ ഇത് തിന്നണ്, വായില് ചവക്കണ്. അവിയല് നിയമങ്ങളെ തെറ്റാണെന്ന് ആരും പരാതി പറയരുത്, നമുക്ക് ഇങ്ങനെ അറിയുള്ളൂ. ക്യാബേജായി. അടുത്തത് ഇതെന്തത്? കറിയുടെ പേര് പറയണം, നല്ല വിളമാക്കി. ചോറ് ചോറ് പുളിയും കറി. യെസ്, വിളമ്പിക്കോ. ഇത് ഇനി ചോറ് വിളമ്പിട്ടെ. ഇനി ചോറിട്. ചോറിട്ടോടാ, ചോറിട്ടോ. ആ ഇട്ടാ, ശേ ഞാൻ കണ്ടില്ല. ഓ മൈ ഗോഡ്, ചോറ് വിളമ്പി കഴിഞ്ഞു. ആ സാമ്പാറും വിളമ്പി കഴിഞ്ഞു. ഞാൻ കണ്ടില്ല. തന്നെത്താനെടുത്ത് ചോറിടുന്നു. എല്ലാരും ഇപ്പൊ തന്നെത്താനെ വിളമ്പി കഴിക്കണ. സാരിയിലാക്കിയാ ചീത്തറ കിട്ടാ. അതെ, കഴിഞ്ഞ ഇവിടെ 2 ഇലയിൽ ചോറ് ഇട്ടാനുണ്ട്. ഇനി എല്ലാരും ഇരിക്കി. കഴിഞ്ഞില്ല. പായസം ലാസ്റ്റ്. എല്ലാരും ഇരിക്കും എന്നിട്ട് ആരംഭിക്കും. വാ ഇരിക്കി. എന്നാലും വെച്ചോടുത്തോ. അത് മതി, പിന്നെ എടുക്കാന്നാ പപ്പടം. അപ്പൊ എല്ലാം കഴിഞ്ഞ് എന്തത് One, two,